എവറിബഡി സിൻഡ്. റോമാലേഖനത്തിൽ എന്താ? എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ തെറ്റിപ്പോയി, തേജസ്സിൽ നിന്ന് വിട്ടുപോയ വ്യക്തി. Now through Jesus Christ we are bringing back to it. മനസ്സിലായി? നമ്മളെ തിരിച്ച് കൊണ്ടുവരിക, ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പം നമ്മൾ പാപശരീരത്തെ ജീവിക്കുന്നതും നമ്മളിൽ പാപം വരുമെന്നും യേശുക്രിസ്തുവിനും ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ സമ്പൂർണ്ണരാക്കുക. അവിടാണ് ഇംഗ്ലീഷിലെല്ലാം എവറിത്തിങ് ലൈക്ക് പെർഫെക്റ്റ്. ഇതിൻ്റെ അകത്ത് എഫേസിൻ്റെ അകത്ത് വരുമ്പോൾ ബി ഫുൾനെസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണരാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിലും നമ്മൾ ക്രിസ്തു ആകുക. നമ്മുടെ ഊണിലും ഉറക്കത്തിലും ജോലി സ്ഥലത്തും സ്കൂളിലും നമ്മൾ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് കീപ് ദ സെപ്പറേഷൻ. ഈ സെപ്പറേഷൻ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ പോയാൽ നിങ്ങൾ എന്നെ എടുത്തിട്ടിരിക്കും. അതുകൊണ്ട് ഞാനത് പേടി ജനങ്ങളിലൊരു ഭീതിയും വരും. കാരണം ഒത്തിരിയും പേര് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വല്ലാത്ത രീതിയിൽ ആക്കിയത് കൊണ്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ക്രിസ്തു നിങ്ങൾ തന്നെ ഒരു ഹോംവർക്ക് ചെയ്യും. ക്രിസ്തുവിൽ സമ്പൂർണ്ണരായിരിക്കുക. വാട്ട് ഈസ് ഇറ്റ്? എന്നെ ബൈബിൾ സ്കൂളിൽ വെച്ച്, സണ്ണി പാഷൻ്റെ ബൈബിൾ സ്കൂളിൽ വെച്ച് ഒരു സാറ് ഏബ്രഹാം വർഗീസ് ആണെന്ന് തോന്നുന്നു, ഒരു സാറ് പഠിപ്പിച്ചു. എൻ്റെ ദൈവമേ, ആ FAC ലേഖനത്തിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഹെവനിലാണോന്ന് അറിയാം. എനിക്ക് എന്തോ ഒരു രീതിയിലാണെന്നറിയാം അത് പഠിപ്പിച്ച്. ഇപ്പോഴും ആ നോട്ട്സ് എൻ്റെ കയ്യിലിപ്പുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനത് വായിച്ച് സന്തോഷിക്കാറുണ്ട്. എന്തോ ഒരു രസം, ബ്യൂട്ടിഫുള്ളായിട്ട്. ഒത്തിരിയും സാറുമാരെ അവിടെ വെച്ച് എനിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഈ FAC ലേഖനത്തിൽ ഇത് എന്തൊരു രസമായിരുന്നറിയാം. ആ FAC ലേഖനം പഠിപ്പിച്ച ഇത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടാനും കാരണം ആ ഒറ്റൊരു സാറുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ സമ്പൂർണ്ണനായിരിക്കുക എന്നുള്ളതിൻ്റെ മീനിങ് എന്താ നിങ്ങൾ തന്നെ കണ്ടുപിടി. ഇപ്പം ഞാൻ പറയേണ്ടത്, സോ വി നീഡ് ടു കീപ്പ് എ സെപ്പറേഷൻ ഫ്രം വേൾഡിൽ നിന്ന്. സെപ്പറേഷൻ എന്ന് പറയുമ്പം നോക്കണം, കാമണിൽ നിന്ന്. വേൾഡ് ഈസ് കൺസിഡർ എ കാമൺ. ചിലപ്പോൾ അതിനൊരു ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്, സിംബലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം കാമണിൽ നിന്ന് മനസ്സിലായി. കാമൺ ഏറ്റവും കഴിഞ്ഞ ആഴ്ച ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാ? സാംസൺ. ഓക്കെ, സാംസണെ ജനങ്ങൾ എന്തോ ആക്കുന്നത്? കാമൺ ആക്കുക. മനസ്സിലായോ? കാമൺ ആക്കുവാൻ ഉള്ള ഒറ്റ ജോലിയായിരുന്നു ജനങ്ങളുടെ. കാരണം ആ ശക്തി, അസാമാന്യമായ ശക്തികളെ നമ്മളിൽ പരിശുദ്ധാത്മാവിനാൽ അസാമാന്യമായ ശക്തി, സെപ്പറേഷൻ, ദ ഹോളിനെസ്, വേൾഡിൻ്റെ ജോലി അല്ല കോമൺ അല്ലെങ്കിൽ സാത്താൻ്റെ അല്ലെങ്കിൽ വിച്ച് എവർ ദാറ്റ് ഫോഴ്സസ്, അതിൻ്റെ കഴിഞ്ഞാൽ നമ്മളെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കുക. നമ്മുടെ സെപ്പറേഷൻ, നമ്മുടെ ഹോളിനെസ് കളയിക്കുക, സെപ്പറേഷൻ കളയിക്കുക. ഈ ഒറ്റയൊരു ലക്ഷ്യമേ ഉള്ളൂ. നമ്മുടെ ജോലി കീപ് ദ സെപ്പറേഷൻ. ഇവിടാണ് മിസ്കൺസെപ്ഷൻ വർക്കിനെ പറ്റിയും ഇത് വരുന്നത്. പണ്ട് നമ്മൾ വർക്ക് വേണമെന്ന് ബി റൈച്ചസ്, നമ്മൾ ക്രിസ്തുവിൽ റൈച്ചസായി. നൗ കീപ്പ് അപ്പ് ദാറ്റ് റൈച്ചസ്നെസ്. മനസ്സിലായി എന്ന് പറയുന്നത്? നമ്മൾ പണ്ട് ഹോളി അല്ലായിരുന്നു, ഇപ്പം നമ്മളെ ഹോളിയാക്കി. ഇനി നമ്മുടെ ജോലി എന്തുവാ? ക്രിസ്തുവിൻ്റെ വിൽ ചെയ്തുകൊണ്ട് ആ ഹോളിനെസ് കീപ്പ് ചെയ്യുക. മനസ്സിലായി? അത് നശിപ്പിച്ച് കളയാതിരിക്കുക, അത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അന്നേരമാണ് ഞാൻ അമ്മച്ചിയുടെ ആ സ്റ്റോറി പറഞ്ഞത്, മാലയിടുന്നതിനെ പറ്റിയുള്ള സ്റ്റോറി പറഞ്ഞു. മനസ്സിലായി? അപ്പം ത്രൂ സെപ്പറേഷൻ, ഇത് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുമ്പോൾ ഓർക്കണം, ഒരു എനിമിറ്റി അല്ല, ഒരു കോൺഫ്ലിക്റ്റ് അല്ല. പക്ഷേ ഇന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു കോൺഫ്ലിക്റ്റ് പോലെ ആക്കിയിരിക്കുക. മനസ്സിലായോ? പക്ഷേ കോൺഫ്ലിക്റ്റ് അല്ല. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ ആൻഡ് ദ ഹോളി? നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ മറ്റുള്ളവരെ പോലും നടന്ന നമ്മളും അവർ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? മനസ്സിലായോ? അതാണ് സെപ്പറേഷൻ. കീപ് യുവർ ഹോളിനെസ്. അപ്പോൾ അത് ത്രൂ ഔട്ട് ബൈബിളിനകത്തും എല്ലാം വ്യക്തമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് നിങ്ങളത് ഹോംവർക്ക് ചെയ്തിട്ട് എന്തുവാ ഹോളിനെസ്,
എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ, എല്ലാവർക്കും ഡിഫറെൻറ്റ് രീതിയല്ലേ. അപ്പം നിങ്ങൾ അതെന്തോന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ എൻ്റെ ജീവിതം പോലെയല്ല എല്ലാവരും ജീവിതം. എവറിബഡി ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? സോ നിങ്ങളത് ദൈവത്തോട് ചോദിച്ചിട്ട് പരിശുദ്ധമാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധമാവായി എൻ്റെ ഹൃദയങ്ങളിൽ എൻ്റെ വേർ ഡിഡ് ഐ ഗോ റോങ്, വാട്ട് വാസ് ദ തിങ് ദാറ്റ് ഐ നീഡ് ടു കീപ് സെപ്പറേഷൻ, അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തർ ചെയ്യും. ദൈവം അത് മാനിക്കും, ഉറപ്പായിട്ട് മാനിക്കും. മനസ്സിലായി? പിന്നെ ഒത്തിരി സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്നു. ഇപ്പം എൻ്റെ അമ്മച്ചിക്ക് അന്ന് സെപ്പറേഷന് ഒരു പ്രാവശ്യം പോലും അത് ഒരു ഓർണമെൻറ്റ്സ് ഇടുന്നത് അമ്മച്ചിയെ സംബന്ധിച്ചോളം അമ്മച്ചിക്ക്. പക്ഷേ എൻ്റെ ലൈഫിൽ അതങ്ങനെ ആയിരിക്കത്തില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായി? എവ്രി ആൾക്കാരിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് രീതിയിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ അത് കീപ്പ് ചെയ്യുക. മനസ്സിലായോ? അപ്പം നമ്മൾ നോക്കിയത് എന്ന് കഴിഞ്ഞാൽ വയാവിദ്യകൾ, അത് ആ വയാവിദ്യയിൽ എന്നുള്ളതിൻ്റെ ഇവിടെ പറയുന്നത് അത് പോയല്ലോ എൻ്റെ മെവാബ്ദേൽ എന്നാണ് പറയുന്നത്. മനസ്സിലായി? വയാബ്ദേൽ അതിൻ്റെ ബേസിക് റൂട്ട് വേണമെന്ന് പറഞ്ഞാൽ ബദൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ, ഞാനത് കഴിഞ്ഞ ദിവസം അത് ഹിന്ദി ആൾക്കാർ സംസാരിക്കും ബദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡെന്ന് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ തമിഴിലത് ബദൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തോ അതിൻ്റെ മീനിങ് അറിയത്തില്ല. എനിവേ ബദൽ എന്നുള്ള ഇതാണ്. കീപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, കീപ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ലൈറ്റ് ഡാർക്ക്നെസ്. ഇവിടെ വെള്ളം, മേലുള്ള വെള്ളം താഴെയുള്ള വെള്ളത്തിൽ ത്രൂ റക്കിയ ഇൻ ദ മിസ്റ്റ് ഓഫ്, വെള്ളത്തിൻ്റെ നടുക്ക്, ഇൻ ദ ബെറ്റ് ഹോക്ക്, ഇൻ ദ മിസ്റ്റ് ഓഫ് ത്രൂ റക്കിയ കീപ് ദ സെപ്പറേഷൻ. ഇതുവരെയായിട്ടും ഭൂമി വന്നിട്ടില്ല. ഇപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ആ വെയിൽ പോലെ ആക്കി വരുന്നുള്ളൂ. മനസ്സിലായി? ത്രൂ ഇതെന്തിനാന്ന് വെച്ചാൽ to show that show the separation, okay, from the holy common തമ്മിലുള്ള. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ ഇത് ചെയ്യുക. അതിൻ്റെ അത് മോറലുണ്ട്. ഇപ്പം ഈ റക്കിയുടെ കാര്യത്തിൽ വരുമ്പം എന്തോ മോസ്റ്റ് ഹോളിയും തമ്മിലുള്ള ആ വെയിൽ ആയിരുന്നു ഇത്. മോറൽ സെപ്പറേഷനാണ് ദൈവവും ഇസ്രയേലും ജാതിയും തമ്മിലുള്ള, അല്ല ജാതിയും ഇത് തമ്മിലുള്ള റിച്വലായിട്ടുള്ളതാണ് സേക്രഡും പ്രൊഫൈൻ. മനസ്സിലായി? ഒരു വിശുദ്ധമായ സാധനം അശുദ്ധമാക്കാൻ ഇടയാകല്ലേ. വിശുദ്ധമായ തീ അശുദ്ധമായി യൂസ് ചെയ്ത് 2 പേര് മരിച്ചുപോയി. അതേപോലെ വിശുദ്ധമായ ഒരു വ്യക്തി ഇസ്രായേലായ വ്യക്തി ഒരു ജെൻറ്റൈലായ നേഷനായ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഫിനഹാസ് ഇതെടുത്തത്. പക്ഷേ ഇന്നും പറഞ്ഞ് അത് പറഞ്ഞിട്ട് ദൈവത്തെ ഓർത്ത് ദൈവമേ, ഇന്നത്തെ കല്യാണം അങ്ങനൊന്നും വെളിയിൽ നിന്ന് വിളിച്ചോ, ഞാനത് മീൻ ചെയ്തിട്ടില്ല. ഓക്കെ, തെറ്റായി എനിക്ക് പേടി, എനിക്ക് എല്ലാ കാര്യത്തിലും തെറ്റായി വ്യാഖ്യാനിച്ച് ഇതാവും. അത് എന്തുകൊണ്ടാണ് പേടി വന്നതെന്ന് ഞാനത് പറയാം. ഓക്കെ, ഇപ്പം തന്നെ പറയാം. കഴിഞ്ഞ വ്യാഴാഴ്ച 11 മണി വരെ ഒരു പരിപാടി ഇല്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ ഒരു ദേവദാസൻ വരികയും എനിക്ക് ദേവദാസൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക. ആ ദേവദാസൻ പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളോട് ഒരു ദൂത് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ഇരിക്കുമ്പോഴുള്ള ഒരു ദൂത് പറഞ്ഞത്, എന്തോ ഒരു ഡാം പൊട്ടി വെള്ളം വരുന്ന പോലുള്ള ഒരു ആപത്ത് ഞങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ആ ആപത്ത് ഇതൊരു പ്രവാചകനല്ല, ഞങ്ങളെ വലിയതായിട്ട് അറിയാൻ മേലാത്ത ഒരു ഇതാണ്. ഒരു വേറെ ഒരാളെ കൂടെ പരിചയത്തിൽ കൂടെ വന്ന ഒരാളാണ്. അപ്പം ഞങ്ങളെ കിട്ടി വലിയ ഇതൊന്നും അപ്പം വലിയൊരു ആപത്ത് വരുന്ന ആ ദൈവം അതിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവം അതിൽ നിന്ന് മാറ്റും. അത് കഴിഞ്ഞ് ആ ഡാം പൊട്ടുന്ന പോലെ ഒരു അനുഗ്രഹവും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം നോക്കിയാൽ
ആ ആപത്ത് വരുന്നത് ചിലപ്പോൾ ഈ യൂട്യൂബ് കൂടി ഞാൻ പറയുന്നത് ദുർവ്യാഖ്യാനിച്ചോ അല്ലെങ്കിൽ ശരിക്കും എടുക്കാതെ അത് ദുരുപദേശമെന്ന് പറഞ്ഞാൽ പോയാൽ പോരില്ലേ, എല്ലാം പോയില്ലേ. കാരണം ഇത് അനുഗ്രഹമായി തീരേണ്ട അനേക പേരുടെ ഹൃദയങ്ങളിൽ ഇതായി തീരത്തില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പേടിയാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഹോളിനെസ്, അതുകൊണ്ടാണ് ഈ ഹോളിനെസ്സിനെ പറ്റി, സെപ്പറേഷനെ പറ്റിയൊക്കെ പറയുമ്പം ഇത് പറയും. ആ ഫിനഹാസിൻ്റെ കാര്യം, ഗാഡ് ഇസ്രായേൽ വേഴ്സസ് നേഷൻ, അന്യജാതിക്കാരായിട്ടുള്ള ഒരാളെ ഇസ്രായേലായിട്ട് പിടിച്ചുകൊണ്ട് വന്നപ്പം കോസ്ബി എന്ന് പറഞ്ഞ പേരാണ് നമുക്ക് ബൈബിളിൽ വായിക്കും. ഫിനാസ് എന്തോ എഴുതി. പിന്നെ ത്രൂ സെപ്പറേഷൻ, ഇപ്പം മഹാപുരോഹിതന് മാത്രമായിട്ട് വൺസ് ഇൻ എ ഇയർ പോകേണ്ട സ്ഥലത്ത് ആൾക്കാർ ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ അങ്ങനെ ഉണ്ടായ ഒരാളാണ് ഹൂസ എന്തെടുത്തു, കൈ നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ഡെത്തായിരുന്നു. അപ്പം അതേപോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സെപ്പറേഷൻ വരുന്നത്, മനസ്സിലായി. അപ്പം ഓരോ സെപ്പറേഷൻസും എന്തിനാ, ഹോളി സ്ഥാനത്ത് തൊടാൻ പോകരുത്, കുഞ്ഞു കളിക്കാൻ പോകരുത്, പണി കിട്ടും. അതേപോലെ മോറൽ സെപ്പറേഷൻ, ഇസ്രായേൽ വേഴ്സസ് നേഷൻസ്, അവിടെയും ഇതുണ്ട്. പിന്നെ റിച്വൽ, ക്ലീൻ വേഴ്സസ് അൺക്ലീൻ, വിശുദ്ധമായത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഗുഡ് ആൻഡ് ഈവിൾ. ഇപ്പം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാം, എന്തും കാണിക്കാമെന്നല്ല. നോ, വി നീഡ് ടു കീപ്പ് അവർ ഡെസിഷൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്തുവാന്ന് നമ്മൾ ശരിക്കും വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹി സെഡ് എവറിത്തിങ് ഇൻ എ ഗുഡ് മാനർ. മനസ്സിലായി. അന്നത്തെ ആ സഭയ്ക്ക് വേണ്ടതാണ് കൊടുത്തത്. ആ സഭയിലെ ഓഡിയൻസ് ആരായിരുന്നു, അതെന്തുമായിരുന്നു അറിയണ്ടേ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇത് പഠിച്ചപ്പോഴാണ് റോമ സഭയുടെ ഇത് പഠിച്ചപ്പം പൗലോസ് അപ്പോസ്തലൻ ആ റോമ സഭയ്ക്ക് എഴുതിയപ്പം അതിൻ്റെ വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് എഴുതാനുള്ള കാര്യം എന്തുമായിരുന്നു, അത് തന്നെ ഒരു വലിയൊരു ഇത് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ആ സഭയിലെ അന്നത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമാക്കാർക്ക് ഒത്തിരി ദുർമന്ത്രവാദമുള്ള ആൾക്കാരാണ്. അവർക്ക് ഒത്തിരിയും ദേവന്മാരെ സേവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ സമയത്ത് ഈ ദൈവമക്കളായിട്ടുള്ളവർ അടച്ചു പൂട്ടിയിട്ടാണ് വർഷിപ്പ് ചെയ്യുന്നതും എല്ലാം സീക്രട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം പരസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോമാക്കാരുടെ ദൈവം അല്ലാത്ത ഏതെങ്കിലും ദൈവത്തെ സേവിച്ചാൽ ഈ റോമാക്കാരുടെ ദൈവം ഇവരോട് പിണങ്ങുമെന്നും ഇവരുടെ രാജ്യം നഷ്ടപ്പെടുമെന്നും ഇവർക്ക് ആപത്ത് വരുമെന്നുള്ള പേടി ഈ റോമാക്കാർക്കുണ്ട്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് റോമക്കാരെ അനുവദിക്കാത്തത്. അത് എല്ലാ ജാതികളും അതേപോലെ അവരുടെ ദൈവന്മാരെ സേവിക്കാൻ സമ്മതിക്കത്തുള്ളൂ. കാരണം അല്ലാതെ വേറൊരു ദൈവത്തെ സേവിച്ചാൽ ഈ പിണങ്ങുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് അവരുടെ ദൈവം പിണങ്ങുമെന്നുള്ള പേടി, നമുക്ക് ആ പേടിയില്ല. ഓക്കെ, അപ്പം അങ്ങനൊരു ഇതുള്ളത് കൊണ്ടാണ് അവർ സമ്മതിക്കാത്തത്, മനസ്സിലായി. അങ്ങനെ വരുമ്പം ഇവർ നോക്കും ഇത് പക്ഷെ എന്നാൽ യഹൂദന്മാരിലൊരു പ്രത്യേക അനുഗ്രഹം ഉണ്ടെന്നും ഇത് മനസ്സിലാക്കിയ പല റോമ രാജാക്കന്മാർ അല്ലെ എംപറർമാരും യഹൂദന്മാരെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മുമ്പിലുള്ള പല സമയങ്ങളിലും പാമ്പെ ഉൾപ്പെടെ ആൾക്കാർ അവരെ വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷെ അവർ റിബല്യൻ വരുമ്പം ഞാൻ ഓരോ കൊച്ചു വാർ വരുമ്പോഴാണ് റോമക്കാർ വന്ന് എല്ലാവരും അടിച്ചു നടത്തുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇവർ അടച്ചു പൂട്ടി ഇത് സേവിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ കാനബിളിസം ആണ്. അപ്പം ഇതെൻ്റെ ശരീരമാകുന്നു, ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ലോർഡ് സപ്പർ അവർ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് കാനബിളിസമോ. അതേപോലെ നമ്മുടെ ഓൺ ട്രൈബിൽ നിന്നുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാവുള്ളൂ എന്ന് പറയും. അപ്പം സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു രീതി. റോമൻസ് സീ അവർ സെപ്പറേഷൻ ഇൻ എ ഡിഫറെൻറ്റ്
വേ, മനസ്സിലായോ? അവർ ഡിഫറെൻറ്റ് വേ. അങ്ങനെ ഇത് കാണുമ്പോൾ ആരെങ്കിലും പോയി സ്നിച്ച് ചെയ്യും, കഴിഞ്ഞാൽ പിടിപ്പിച്ച് കൊടുക്കും. പിടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് റോമക്കാർ വന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്. കണ്ടുപിടിക്കുമ്പം പേഴ്സിക്യൂഷൻ ഉണ്ടാകുന്നത് മരത്തിലൊക്കെ വെച്ച് കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക ജീവനോടെ, അല്ലെങ്കിൽ പിടിച്ച് ആനിമൽസ്, വൈൽഡ് ആനിമൽസിൻ്റെ മുമ്പിലിട്ടിടും. അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് വേ ഓഫ് ടോർച്ചറിങ്. ആദ്യം ടോർച്ചർ ചെയ്യുന്നതിന് മുമ്പ് ഇവരെ മരത്തെ പിടിച്ച് കെട്ടി എണ്ണ ഒഴിച്ചിട്ട് അവർ പറയും, ഞങ്ങളുടെ ഈ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. ത്രൂ സെപ്പറേഷൻ അവർ പറയും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ സേവിക്കത്തുള്ളൂ എന്ന് പറയും. അന്നേരം ലൈറ്റ് കത്തിക്കുക, അന്നേരം ഇത് കത്തിക്കുക. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള ഒരു സഭയ്ക്കാണ്